ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാലിനൊരു സ്പാ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാ ചെയ്യുന്ന സോൾട്ടാണ്, പപ്പായ സോൾട്ട് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിപ്പം എന്തൊക്കെ റൊട്ടീനാണ് വേണ്ടതെന്ന് ഞാനൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കാല് കണ്ടാൽ തന്നെ അറിയപ്പോൾ കരിവാളിച്ചൊരു കോലത്തിലൊരു വല്ലാത്തൊരു കോലത്തിൽ കറുത്ത് പിടച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കാലിൻ്റെ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസാണ്. ഞാനിപ്പം കാലിന് ഞാൻ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കൂടുതലും കയ്യിൽ നഖം വളർത്തുന്നുണ്ട്, കൈക്ക് മാത്രമാണ് ഷാർപ്പ് ചെയ്യാനായിട്ടും അതുപോലെ അത് നഖത്തിനിടയിൽ നമുക്ക് അഴുക്കെന്തെങ്കിലും വന്നാൽ ഇങ്ങനെ കുത്തിക്കളയാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മിറർ ഉണ്ടായിരുന്നു ചെറുത്, അത് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ കത്രികയുടെ ഇതൊക്കെ ഒടിഞ്ഞു പോയി, നമുക്ക് എല്ലാം പോയിരിക്കുകയാണ്. എന്നാലും ഞാൻ ഉപയോഗിക്കും കൈക്ക് മാത്രം. ഇപ്പം ഞാൻ കാലിന് ഞാൻ ഉപയോഗിച്ച് കാണിക്കുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്, ഈ കോട്ടൺ ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ നെയിൽ പോളിഷ് കളക്ഷൻസ് ഒക്കെയാണ്. പക്ഷേ ഇച്ചിരി ഡാർക്ക് കളറൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ എനിക്കിഷ്ടം ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ നമുക്കിന്ന് വൈറ്റ് നെയിൽ പോളിഷ് തന്നെ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് സ്പാ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പപ്പായ സ്പാ സോൾട്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്താണ് കാല്, നമ്മുടെ ഈ കരിവാളിച്ചിരിക്കുന്ന കാല് നമ്മൾ വെളുപ്പിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ചെയ്തിട്ട്. ഞാൻ നഖമൊക്കെ വളർത്തുന്നുള്ള ഒരാളാണ്. അപ്പോൾ ഈ നഖം നമ്മൾ ഒത്തിരി നാളായി വെട്ടിയിട്ട് ഇതിങ്ങനെ പന്തക്കോല് പോലെ വേർതിരിക്കുകയാണ്, വളർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ടൂൾസൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷാർപ്പ് ചെയ്ത് ഷേപ്പാക്കി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പക്ഷെ നമ്മളിപ്പം പെട്ടെന്ന് സമയപരിധി കാരണം നമ്മൾ പെട്ടെന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മളിതുപോലെ കോട്ടൺ എടുത്ത് നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത്, എൻ്റെ ആണെങ്കിൽ ഞാൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് പലപ്പോഴായിട്ട് അടിക്കുന്നുണ്ട്, അതിങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. എന്നാലും സാരമില്ല, അത് വിട്ടേക്കും. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ ഈ സ്പാ ചെയ്യാനായിട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു കുഞ്ഞ് ബേസണിൽ, ഇപ്പം ഞാൻ വാഷ്റൂമിലൊന്നും പോയി ഞാനിത് വീഡിയോ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബേസണും പൊക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഷാമ്പു ഞാൻ ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തിൽ. ഇച്ചിരി ഷാമ്പു വാഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമ്മുടെ കാലൊന്ന് ഒരു 2 സെക്കൻഡല്ലേ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മളെ ചെളിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുതിർന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സോൾട്ട് ഇട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇതുപോലൊരു ടവലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് തോർത്തി കൊടുക്കുക. അതിനുശേഷം നെയിൽ പോളിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാസലിനോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രീമൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ കാലിലിടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനം. ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഓൺലൈനിൽ കിട്ടുന്നതാണ്, ഈ സോൾട്ട് പപ്പായ സ്ക്രബിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം എത്രമാത്രം മാറ്റമുണ്ട് ആ വീഡിയോയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്, ആ കറുത്ത കളർ എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. ബൈ. താങ്ക് യു.